ശശി തരൂർ വിവാദങ്ങളിൽ കുടുങ്ങരുത് എന്ന് നേതാക്കൾക്ക് നിർദ്ദേശം. വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്നും നേതൃത്വത്തിന്റെ വിലയിരുത്തലുണ്ട്. കെ.സി. വേണുഗോപാൽ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരിക്കുകയാണ്. തുടർ പ്രതികരണങ്ങൾ തരൂർ ക്യാമ്പിന് ശക്തി പകരുമെന്നും അതിനാൽ തന്നെ ശശി തരൂർ വിവാദങ്ങളിൽ കുടുങ്ങരുത് എന്നുമാണ് നിർദ്ദേശങ്ങൾ ഉള്ളത്. പ്രകോപനങ്ങൾ ഒഴിവാക്കാനും നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ട്. തരൂരിന്റെ ലക്ഷ്യം വ്യക്തമല്ല, അതിനാൽ ജാഗ്രതയോടെ കാത്തിരിക്കാനും ധാരണയായിരിക്കുകയാണ്. ഇതോടെയാണ് വിവാദങ്ങളിൽ പ്രകോപനം ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സംയമനം പാലിച്ചാണ് നേതാക്കളുടെ പ്രതികരണവും. ഇതിന്റെ ഭാഗമായാണ് കെ.സി. വേണുഗോപാലിന്റെയും ചെന്നിത്തലയുടെയും ജാഗ്രതയോടുള്ള പ്രതികരണങ്ങളും. വി.ഡി. സതീശൻ തരൂർ വിഷയത്തിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടുമില്ല. അതേസമയം തരൂർ വിഷയത്തിൽ കോൺഗ്രസിൽ ഗുരുതര പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തരൂരിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നുള്ള ആശങ്കയും കേരളത്തിലെ നേതാക്കളെ കുഴയ്ക്കുകയാണ്. കേരളത്തിലെ നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണ് എന്ന തരൂരിന്റെ പരസ്യ പ്രതികരണം വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. തരൂരിനോട് കടുത്ത അതൃപ്തി ഉണ്ടെങ്കിലും ഇതുവരെ വലിയ പ്രകോപനത്തിന് നേതാക്കൾ തയ്യാറായിട്ടുമില്ല. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ സുധാകരനും സൂക്ഷ്മതയോടെയാണ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തരൂർ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. വിവാദങ്ങൾ ഒഴിവാക്കി തരൂരിനെ തളയ്ക്കാൻ ഹൈക്കമാൻഡ് ശക്തമായി ഇടപെടണമെന്നുള്ള നിലപാടിലാണ് വി.ഡി. സതീശൻ ഉള്ളത്. പക്ഷെ അത് പരസ്യമായി ഉന്നയിക്കാൻ സതീശൻ തയ്യാറാകാത്തത് തരൂർ കൂടുതൽ പ്രകോപനത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. ശശി തരൂർ വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. എന്നാൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യത്തില്ല, വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന പാരമ്പര്യം കോൺഗ്രസിന് ഇല്ല എന്നും പാർട്ടിയുടെ നന്മയുള്ള വിമർശനങ്ങളെ സ്വീകരിക്കുമെന്നും കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ നേതൃത്വത്തിൽ ഐക്യം ഊട്ടി ഉറപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പത്തനംതിട്ടയിലെ പ്രസംഗത്തെ വളച്ചൊടിച്ചുവെന്നും തന്റെ പരാമർശം ശശി തരൂരിന് എതിരല്ല എന്നും കെ.സി. വേണുഗോപാൽ വിശദീകരിക്കുന്നുണ്ട്. ഇടതുപക്ഷം പോലും പിണറായി മൂന്നാമത് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന കെ.സി. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പക്ഷത്തിന്റെ ഭാഗമല്ല എന്നും കെ.സി. പറയുകയാണ്. പിണറായിയുടെ രാജഭക്തന്മാർ എന്നാണ് പത്തനംതിട്ടയിലെ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് എന്നും കെ.സി. വിശദീകരിക്കുന്നുണ്ട്. വയനാട് ധനസഹായം, കേന്ദ്ര സഹായം ലഭിക്കാൻ ഒരുമിച്ച് പോകാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഒരുമിച്ച് പോകാൻ ഇതുവരെ സർക്കാർ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായമാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. ദുരന്തത്തിലും രാഷ്ട്രീയം കളിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നൊക്കെ കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തുകയാണ്.